അത്രമേൽ മനസ്സിനെ തൊടുന്ന ചില സൗഹൃദങ്ങളുടെ കഥകളുണ്ട്. അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നുവന്ന് പിന്നീട് ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത വിധം അടുപ്പത്തിലായിപ്പോയ സൗഹൃദങ്ങൾ. അത്തരമൊരു സൗഹൃദത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ദ മൈറ്റി എന്ന പേരിൽ 1998 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് മാക്സ് എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജൂനിയർ ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ. പക്ഷേ അവൻ 9ാം ക്ലാസ്സിൽ എത്തേണ്ടതായിരുന്നു. തുടർച്ചയായി 2 വർഷം പരാജയപ്പെട്ടതിനാൽ അവൻ ഒരേ ക്ലാസ്സിൽ തുടരേണ്ടി വന്നു. തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറിയ കുട്ടികളായ മറ്റ് 7ാം ക്ലാസ്സുകാർക്കിടയിൽ അവന്റെ ആ വലിയ ശരീരം കണ്ട് എല്ലാവരും അവനെ ഭയപ്പെടുകയും അതേസമയം പുച്ഛിക്കുകയും ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ അവന് അടുത്ത കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. താൻ ഒന്നുമല്ലെന്ന ചിന്തയുമായി എപ്പോഴും എല്ലാവരിൽ നിന്നും അകന്നുമാറി ഒറ്റപ്പെട്ട് കഴിയാനാണ് അവൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരു ഇൻട്രോവേർട്ടായിരുന്നു അവൻ. തന്റെ കട്ടിലിനടിയിൽ പോയി തനിയെ കിടക്കുന്ന ഒരു ശീലം പോലും അവനുണ്ടായിരുന്നു. കാരണം അവിടെയായിരിക്കുമ്പോൾ അവന് വലിയ ആശ്വാസം അനുഭവപ്പെടും. എപ്പോഴും തനിച്ചായതുകൊണ്ട് കൂട്ടുകാർ അവനെ അവർക്ക് തമാശയുണ്ടാക്കാനുള്ള ഒരു കഥാപാത്രത്തെ പോലെയായിരുന്നു കണ്ടിരുന്നത്. നിരന്തരം അവരവനെ ശല്യം ചെയ്യുകയും പരിഹസിക്കുകയും ചെയ്യുമായിരുന്നു. സത്യത്തിൽ തന്റെ വലിയ ശരീരം ഉപയോഗിച്ച് അവരെയൊക്കെ അടിച്ചു വീഴ്ത്താൻ അവന് കഴിയുമായിരുന്നെങ്കിലും മാക്സിന് ഒന്നിനും ഒരു ആത്മവിശ്വാസമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും എപ്പോഴും അവൻ അകന്നായിരുന്നു നടന്നിരുന്നത്. അവന്റെ അച്ഛൻ ഒരു കൊലപാതക കേസിൽ ജയിലിലാണ്. പോരാത്തതിന് മാക്സ് പഠനത്തിൽ എപ്പോഴും പിന്നിലുമായിരുന്നു. ഗ്രാമെന്നും ഗ്രിമ്മെന്നും അവൻ വിളിക്കുന്ന അവന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെയായിരുന്നു മാക്സിന്റെ താമസം. അവന്റെ അമ്മ കൊല്ലപ്പെട്ടതായിരുന്നു. അവന്റെ സ്വന്തം അച്ഛനായിരുന്നു അമ്മയെ കൊന്നതും. അതിന്റെ ബുദ്ധിമുട്ടുകൾ ആ ജീവിതത്തിലുടനീളം അവൻ അനുഭവിക്കുന്നുമുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണ സമയത്ത് മറ്റൊരു നഗരത്തിൽ നിന്നും പുതിയ അയൽക്കാർ വന്നിട്ടുണ്ട് എന്ന് മുത്തശ്ശി ഗ്രാം പറഞ്ഞു. പുതിയ അയൽക്കാർക്ക് പ്രത്യേകതരം അസുഖമുള്ള ഒരു കുട്ടിയുണ്ടെന്നും അവൻ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നതേയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. അന്ന് പുറത്ത് വേസ്റ്റ് കളയാൻ പോയപ്പോൾ മാക്സ് അയൽപ്പക്കത്തെ വീട്ടിലേക്കൊന്ന് പാളി നോക്കി. അവിടെ അവൻ കെവിൻ എന്ന പേരുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു. കെവിൻ നട്ടെല്ലിന് വൈകല്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് നടക്കാൻ അവൻ എപ്പോഴും ഒരു ഊന്നുവടി സഹായത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഗ്വെൻ എന്നായിരുന്നു അവന്റെ അമ്മയുടെ പേര്. കെവിന് ശാരീരിക പരിമിതികൾ ഉണ്ടെങ്കിലും അവൻ വളരെയധികം ബുദ്ധികൂർമ്മതയുള്ളവനായിരുന്നു. മികച്ച കണ്ടുപിടുത്തങ്ങളും രസകരമായ കാര്യങ്ങളും അവനെപ്പോഴും ചെയ്യുമായിരുന്നു. തന്റെ മകന്റെ ആ കഴിവിൽ അവന്റെ അമ്മ ഗ്വെൻ വളരെയധികം അഭിമാനിച്ചിരുന്നു. കെവിനെന്നും തനിക്കറിയാവുന്ന സയൻസ് വെച്ച് ഒരു വസ്തു ഉണ്ടാക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് മാക്സിന് അതിശയം തോന്നി. പക്ഷെ അവനോട് സംസാരിക്കാൻ മാക്സിന് ധൈര്യം വന്നതേയില്ല. കെവിൻ മാക്സിനെ കണ്ട് അവനെ ഒന്ന് വിളിക്കുക കൂടി ചെയ്തതാണ്. പക്ഷെ ഭയന്ന് മാക്സ് വീട്ടിലേക്ക് ഓടി. കെവിനും മാക്സും ഒരേ സ്കൂളിലായിരുന്നു പഠിക്കുന്നത്. ഒരു ദിവസം സ്കൂൾ ജിമ്മിൽ വെച്ച് കുട്ടികളെ ഉപദ്രവിക്കാനും കളിയാക്കാനും ഏറെ ഇഷ്ടമുള്ള ബുള്ളിയായ ബ്ലേഡ് എന്ന പയ്യൻ ഒരു ബാസ്കറ്റ് ബോൾ കൊണ്ട് കെവിനെ എറിഞ്ഞു വീഴ്ത്തി. ജിം അധ്യാപകൻ വന്നത് ചോദ്യം ചെയ്തപ്പോൾ അത് ചെയ്തത് മാക്സ് ആണെന്ന് ബ്ലേഡ് ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ജിം അധ്യാപകനിൽ നിന്നും മാക്സിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. മാക്സിന് അത് എതിർത്ത് പറയാനും താനല്ല ചെയ്തതെന്ന് പറയാനും തീർത്തും ധൈര്യമുണ്ടായിരുന്നില്ല. എന്തായാലും അന്നത്തോടെ അതിന്റെ പേരിൽ കെവിൻ മാക്സിനെ വെറുത്തു. മാക്സിന് തന്റെ ഭാഗം ന്യായീകരിക്കാൻ കഴിഞ്ഞതേയില്ല. അവൻ നിശബ്ദനായി എല്ലാം അംഗീകരിച്ചു. മാക്സിന് ഡിസ്ലെക്സിയ എന്ന അസുഖമുണ്ടായിരുന്നു. അതൊരു പഠന വൈകല്യമാണ്. അതുകൊണ്ട് തന്നെ പാഠങ്ങൾ പഠിച്ചെടുക്കാനും വായിക്കാനുമൊക്കെ അവന് വലിയ പ്രയാസമായിരുന്നു. അവന്റെ സ്കൂളിൽ അതുകൊണ്ട് എല്ലാ ആഴ്ച അവസാനവും വായന പരിശീലിക്കാൻ ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും. അതിൽ മാക്സ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. ആ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പയ്യനായിരിക്കും വായിക്കാൻ പഠിപ്പിക്കാൻ മാക്സിന് അടുത്തെത്തുക. അങ്ങനെയുള്ള ഒരു ദിവസം മാക്സ് തന്റെ അധ്യാപകനെ പ്രതീക്ഷിച്ചു നിന്നു. അങ്ങോട്ടേക്ക് എത്തിയതാകട്ടെ കെവിനായിരുന്നു. ആ ക്ലാസ്സിൽ വെച്ച് കെവിൻ തന്റെ കൂടെ കൊണ്ടുവന്ന കിങ് ആർതറുടെ കഥാപുസ്തകം വായിക്കാൻ അവൻ മാക്സിനോട് ആവശ്യപ്പെട്ടു. മാക്സ് വിൽക്കുമ്പോഴും ഓരോ വാക്കുകളും വായിക്കാൻ കഷ്ടപ്പെടുമ്പോഴും കെവിൻ ശ്രദ്ധയോടെ നോക്കി. ഒടുവിൽ കെവിൻ മാക്സിനോട് കണ്ണുകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് കെവിൻ ആ കഥ വായിച്ചു കൊടുക്കുന്നത് കൃത്യമായി കേൾക്കാൻ പറഞ്ഞു. ഏതാനും കണ്ണികകൾ കെവിൻ വായിച്ചു കഴിഞ്ഞപ്പോൾ കെവിൻ മാക്സിനോട് പറഞ്ഞു, ഓരോ വാക്കും ഒരു ചിത്രത്തിന്റെ ഒരു ഭാഗമായി കരുതൂ. ഒരു വാചകമെന്നത് പൂർണ്ണമായ ഒരു ചിത്രമാണ്. ഒരു പാരഗ്രാഫിൽ നിരവധി വാചകങ്ങൾ ഉണ്ടാകും. അതായത് നിരവധി
ചിത്രങ്ങൾ. ആ ചിത്രങ്ങളെയൊക്കെ കണക്ട് ചെയ്താൽ കാര്യം മനസ്സിലാകും. അത്തരത്തിൽ ശ്രമിച്ചു നോക്കൂ. പിന്നാലെ അതിന്റെ 1-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കുവാൻ കെവിൻ മാക്സിനോട് പറഞ്ഞു. കെവിൻ ക്ലാസ് വിട്ടു പോവാൻ ഒരുങ്ങിയപ്പോ അന്ന് ജിമ്മിൽ വെച്ച് ബാസ്കറ്റ് ബോൾ എറിഞ്ഞത് താനല്ലെന്നും അത് ബ്ലേഡാണെന്നും മാക്സ് അവനോട് വിളിച്ചു പറഞ്ഞു. മാക്സിനെ പോലൊരാൾ ബ്ലേഡിന് മുന്നിൽ ഭയന്ന് വിഡ്ഢിയെപ്പോലെ നിന്നുകൊടുത്തത് എന്തിനാണ് എന്നതായിരുന്നു കെവിന്റെ അതിശയം. ദിവസങ്ങൾ മുന്നോട്ടു പോയിക്കൊണ്ടിരുന്നു. മാക്സിന് വായിക്കാൻ വലിയ മടിയും ബുദ്ധിമുട്ടും തോന്നിയിരുന്നെങ്കിലും കെവിൻ വളരെ ക്ഷമയോടെ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി മാക്സ് തന്നോട് ചെയ്ത തെറ്റിന് ഫയർ വർക്ക് ഫെസ്റ്റിവലിന് തന്റെ കൂടെ വരാമോ എന്ന് കെവിൻ മാക്സിനോട് ചോദിച്ചു. മാക്സിന് അവൻ ചെറിയ രീതിയിൽ പണം നൽകുകയും ചെയ്തു. ഗ്വെന്നിന് പടക്കം പൊട്ടുന്നതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അവന്റെ അമ്മ അവനെ കൊണ്ടുപോവില്ലായിരുന്നു. മാക്സ് കൂടെയുണ്ടെങ്കിൽ മാക്സ് കെവിനെ സംരക്ഷിച്ചോളുമല്ലോ എന്ന് കരുതി അവർ കെവിനെ മാക്സിനൊപ്പം വിട്ടു. അങ്ങനെ ഫയർ വർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് അവര് വന്നെത്തി. അവിടെ വെച്ച് അവർ ബ്ലേഡിനെയും അവന്റെ സംഘത്തെയും കണ്ടുമുട്ടി. ഇരുവരെയും ഒന്നിച്ചു കണ്ടതും ഈഗോർ എന്നും ഫ്രാങ്കൻസ്റ്റീൻ എന്നും വിളിച്ച് അവർ കളിയാക്കി. പക്ഷേ കെവിൻ വളരെ ബുദ്ധിപരമായൊരു പരിഹാസത്തിലൂടെ അവർക്കതിന് മറുപടിയും കൊടുത്തു. അത് ബ്ലേഡിനെയും കൂട്ടരെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. ഒടുവിൽ ഫയർ വർക്ക് കാഴ്ച ആഘോഷിക്കുമ്പോൾ ആളുകൾക്കിടയിൽ കെവിൻ പെട്ടുപോയിരുന്നു. കെവിന് ഫയർ വർക്ക് നന്നായി കാണാൻ സാധിക്കുന്നില്ല. ചുറ്റുമുള്ള ആളുകളുടെ കാലുകൾ മാത്രമാണ് കാണാൻ പറ്റുന്നത് എന്ന് മാക്സ് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ കെവിനെ തന്റെ തോളിലേറ്റി. മാക്സ് ആദ്യമായിട്ടായിരുന്നു അത്രയും മനോഹരമായ ഒരു ഫയർ വർക്ക് ഫെസ്റ്റിവൽ ആസ്വദിക്കുന്നത്. കെവിനാകട്ടെ തന്റേതായ രീതിയിൽ അത് ആഘോഷിക്കുകയും ചെയ്തു. മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ നിറഞ്ഞു നിന്നത്. ഇരുവരും വേണ്ടത്രയും അത് ആസ്വദിക്കുകയും ചെയ്തു. കാഴ്ചകൾ കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർ വീണ്ടും ബ്ലേഡിനെയും സംഘത്തെയും കണ്ടുമുട്ടി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന മാക്സിനോട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊടുത്തത് കെവിനായിരുന്നു. മാക്സ് കെവിന്റെ കാലുകളായി മാറിയതുപോലെയായിരുന്നു അത്. അതേസമയം കെവിൻ മാക്സിന്റെ ബുദ്ധിയായും പ്രവർത്തിച്ചു. അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ബ്ലേഡിനെയും കൂട്ടരെയും കബളിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തി. ഒരു തരത്തിൽ അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി ഒടുവിൽ അവർ പുഴയുടെ തീരത്തേക്കെത്തി. പുഴയിലേക്കിറങ്ങാതെ അവർക്ക് മുമ്പിൽ മറ്റു വഴികളുണ്ടായിരുന്നില്ല. അവരങ്ങനെ പുഴയിലേക്കിറങ്ങി. ബ്ലേഡ് അവരെ പിന്തുടർന്നുവെങ്കിലും പുഴയിലെ ഭാഗം അത്യാവശ്യം ആഴമുള്ളതായിരുന്നു. അതുകൊണ്ട് ബ്ലേഡിന് അവരെ പിടികൂടാൻ കഴിഞ്ഞില്ല. താമസിയാതെ പോലീസ് സംഘം അങ്ങോട്ടേക്കെത്തി. പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കിയതിനും മറ്റും ബ്ലേഡിനെയും സംഘത്തെയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയി. അവർക്ക് ശിക്ഷ നൽകി. എന്തായാലും തങ്ങൾ വിജയിച്ചു എന്ന മട്ടിൽ കെവിൻ അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് പോലീസ് കാറിലായിരുന്നു മാക്സിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അത് കണ്ട മുത്തശ്ശി ഗ്രാമും മുത്തശ്ശൻ ഗ്രിമ്മും വല്ലാതെ ഭയപ്പെട്ടു. അവൻ അവന്റെ അച്ഛനെ പോലെ ഒരു കുറ്റവാളിയായി തീരുമോ എന്നായിരുന്നു അവരുടെ ഭയം. പക്ഷേ മാക്സ് ഒരു ഹീറോ ആണെന്നും ഡിസബിൾഡ് ആയ ഒരു പയ്യനെ ഫയർ വർക്ക് ഫെസ്റ്റിവലിനിടയിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ സംരക്ഷിച്ചത് മാക്സ് ആണെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഉത്സവത്തിനിടയിൽ കെവിനെ സംരക്ഷിച്ചതിന് ഗൻ മാക്സിനോട് വളരെയധികം നന്ദി പറയുകയും ചെയ്തു. ഇതെല്ലാം അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് കേട്ടിരുന്നു. അന്ന് ആദ്യമായി വീട്ടിൽ വെച്ച് മുത്തശ്ശൻ ഗ്രിം മാക്സിനെ പ്രശംസിച്ചു, അഭിനന്ദിച്ചു. കെവിനെ പോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയെ സഹായിച്ചതിൽ താൻ മാക്സിനെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാക്സിനും അതിൽ സന്തോഷം തോന്നിയിരുന്നു. പിറ്റേന്ന് രാവിലെ കെവിൻ മാക്സിനെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തി. പക്ഷേ കെവിന്റെ കൂടെ നടക്കുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട് അവന്റെ കൂടെ വരാൻ താല്പര്യമില്ലെന്നായിരുന്നു മാക്സ് പറഞ്ഞത്. തനിക്കെന്നും തനിച്ചു നടന്നാണ് ശീലമെന്നും കൂട്ടുകാരില്ലാത്ത പോലെയാണ് താൻ ഇതുവരെ ജീവിച്ചതെന്നും അവൻ പറഞ്ഞിരുന്നു. ആ സമയം കെവിൻ തന്റെ ബുദ്ധി പ്രയോഗിച്ചു. കെവിൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും ആവണ്ട, നമുക്കൊരു ജോഡിയാകാം, കപ്പിൾസിനെ പോലെ. കാരണം എനിക്ക് കാലുകളും നിനക്ക് ബുദ്ധിയും ആവശ്യമാണ്. നീ എന്റെ കാലുകളായിക്കോ, ഞാൻ നിന്റെ ബുദ്ധിയാകാം. മാക്സിനും അത് കൊള്ളാമെന്ന് തോന്നി. അന്നു മുതൽ എവിടെ പോകുമ്പോഴും മാക്സും കെവിനും ഒന്നിച്ചായിരുന്നു. മാക്സ് കെവിനെ തന്റെ തോളിൽ കയറ്റി ചുമന്നായിരുന്നു കൊണ്ടുപോയിരുന്നത്. കൗതുകമുണ്ടാക്കുന്ന ആ കാഴ്ച എല്ലാവരുടെയും ശ്രദ്ധയാകർഷിച്ചിരുന്നു. താൻ നൽകിയ കിങ് ആർതർ നോവലിലെ നായകന്മാരെ പോലെ ധീരനാകാൻ കെവിൻ മാക്സിനെ പഠിപ്പിച്ചു. ഉദാഹരണത്തിന് ഒരു കഫേയിൽ വെച്ച് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയ ഒരാളെ ശാസിക്കാൻ കെവിൻ മാക്സിനോട് പറഞ്ഞു. മാക്സും കെവിനും അന്നൊന്നിച്ച് ധൈര്യത്തോടെ അയാൾക്കെതിരെ തിരിഞ്ഞു. അയാളുടെ പ്രവർത്തികളെ തടഞ്ഞു. കഫേയിലുണ്ടായിരുന്നവർ അത്ഭുതത്തോടെ അവരെ നോക്കി നിന്നിരുന്നു. അവർ രണ്ടുപേരും കിങ് ആർതറുടെ പോരാളികളെ പോലെ ഒരു വീരനായക സംഘത്തിലെ അംഗങ്ങളാവുന്നത് സ്വപ്നം കണ്ടു. ഒരു ദിവസം ഉച്ചയ്ക്ക് അമ്മയോടൊപ്പം നടക്കുമ്പോൾ ബ്ലേഡ് ഒരു സ്ത്രീയുടെ ബാഗ് തട്ടിയെടുക്കുന്നത് കെവിൻ കണ്ടു. ബ്ലേഡ് ആ ബാഗ് ഒരു ഓടയിലിട്ട് തെളിവ് നശിപ്പിക്കുന്നത് കെവിൻ ശ്രദ്ധിച്ചിരുന്നു. അന്ന് രാത്രിയിൽ മാക്സിനെ വിളിച്ചുണർത്തിയ കെവിൻ പറഞ്ഞു, കള്ളന്മാർ ഒരു രാജ്ഞിയുടെ
നിധി മോഷ്ടിച്ചിട്ടുണ്ട്. അതെവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. എപ്പോഴും കിങ് ആർതർ പുസ്തകത്തിലെ കാര്യങ്ങൾ വെച്ചായിരുന്നു അവൻ സംസാരിച്ചിരുന്നത്. ആ വാലറ്റ് എടുത്ത് അതിന്റെ ഉടമസ്ഥന് തിരിച്ചു നൽകാൻ അവൻ മാക്സിനെ ക്ഷണിച്ചു. മാക്സും അവന്റെ കൂടെ ചെന്നു. കെവിൻ നടത്തിയ ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ വഴി കയറും ഒരു ഗോവണിയും ഉപയോഗിച്ച് ഏറെ ഭാരമേറിയ ഓടയുടെ മൂടി അവൻ എളുപ്പത്തിൽ പൊക്കി മാറ്റി. അത് തുറന്നപ്പോൾ മാക്സ് ഉള്ളിലിറങ്ങി വാലറ്റ് എടുത്തു. അവർക്കത് ലഭിച്ച ഉടനെ അങ്ങോട്ടേക്ക് ബ്ലേഡും സംഘവും വന്നെത്തുകയായിരുന്നു. വാലറ്റ് കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു. അത് തട്ടിയെടുക്കാൻ ശ്രമം ആരംഭിച്ചു. പക്ഷേ കെവിൻ അത് നൽകാൻ തയ്യാറായില്ല. അതവർക്ക് നൽകാൻ മാക്സ് കെവിനോട് ഭയന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കെവിൻ വിട്ടുകൊടുക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി ഗോവണി വഴി മുകളിലേക്ക് കയറി. ബ്ലേഡും സംഘവും ആക്രമിക്കാൻ മുന്നിട്ട് വന്നു. ആ സമയത്ത് തന്റെ സുഹൃത്തിനെ കെവിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കണം എന്ന തോന്നൽ മാക്സിന്റെ ഉള്ളിലുണ്ടായി. അവൻ ധൈര്യത്തോടെ ബ്ലേഡിനെയും സംഘത്തെയും എതിരിട്ടു. ആ ഒരു നിമിഷത്തെ ശക്തിയിൽ ഏറെ ഭാരമുള്ള ഓടയുടെ മൂടി വരെ അവൻ എടുത്തുയർത്തി എറിഞ്ഞു. അത് കണ്ട് ബ്ലേഡും സംഘവും ഭയപ്പെട്ടിരുന്നു. എന്തായാലും അങ്ങനെ മാക്സും കെവിനും അവിടെ നിന്നും രക്ഷപ്പെട്ടു. അടുത്ത ദിവസം അവർ ആ വാലറ്റിലെ വിലാസം നോക്കി ലോററ്റ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തി. ലോററ്റയ്ക്ക് തന്റെ വാലറ്റ് തിരിച്ചു കിട്ടിയതിൽ വലിയ സന്തോഷം തോന്നിയിരുന്നു. പക്ഷെ മാക്സിന്റെ മുഖം കണ്ടപ്പോ അവൾ ഞെട്ടിപ്പോയി. അത് തനിക്ക് പരിചയമുള്ള മുഖമാണെന്ന് അവൾക്ക് തോന്നി. പിന്നെയാണ് ഒരു കാര്യം വെളിപ്പെടുന്നത്. ലോററ്റയും അവളുടെ കാമുകനായി ഇഗിയും മാക്സിന്റെ അച്ഛൻ കെനിയുടെ പഴയ കൂട്ടുകാരായിരുന്നു. പണ്ട് അവന്റെ അച്ഛന്റെ വിചാരണ വേളയിൽ സാക്ഷിക്കൂട്ടിലിരുന്ന മിണ്ടാപ്പൂച്ചയായ കുട്ടിയല്ലേ നീയെന്ന് ലോററ്റ അവനോട് ചോദിച്ചു. അത് കേട്ട മാക്സിന് ദേഷ്യം വരികയും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. കെവിൻ പറയുന്ന ഇത്തരം ദൗത്യങ്ങൾ കാരണം താൻ രണ്ടാമതും കുഴപ്പത്തിൽപ്പെട്ടെന്ന് പറഞ്ഞ് മാക്സ് കെവിനോട് തന്നിൽ നിന്ന് അകന്നു നിൽക്കാനെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കെവിൻ മാക്സിനോട് സംസാരിച്ചു. അച്ഛനില്ലാതെയാണ് അവർ വളരുന്നത് എന്ന സാമ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. കെവിൻ വൈകല്യത്തോട് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. കെവിൻ മാക്സിനടുക്കൽ അന്നെടുത്തു പറഞ്ഞു, നമ്മളാരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ അച്ഛൻ ആരാണെന്നതുകൊണ്ടല്ല, ഒരു പോരാളി തന്റെ പ്രവൃത്തികളിലൂടെയാണ് മൂല്യം തെളിയിക്കുന്നത്. കിങ് ആർതറിലെ കഥകൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു അവൻ. മാക്സിനെ കെവിൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കെവിൻ ഒരിക്കലും മാക്സിന്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. മാക്സും കെവിന്റെ അച്ഛനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. അവരുടെ അച്ഛന്മാരെ പോലെയല്ല അവരെന്ന് ഇരുവർക്കും കൃത്യമായിട്ടറിയാമായിരുന്നു. വീണ്ടും അവർ ഒന്നിച്ചു തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. സ്കൂളിൽ അവർ വേർപിരിക്കാനാവാത്ത ഒരു ജോഡിയായി മാറി. കെവിൻ ഫ്രീക്ക് എന്നും മാക്സ് മൈറ്റി എന്നും അറിയപ്പെട്ടു. അവരുടെ കൂട്ടുകെട്ട് ഫ്രീക്ക് ദ മൈറ്റി എന്ന് വിളിക്കപ്പെട്ടു. ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ പോലും കെവിൻ മാക്സിനൊപ്പം പോവാൻ ആഗ്രഹിച്ചു. അത് കണ്ട പ്രിൻസിപ്പൽ ഗ്വെന്നിനെ വിളിച്ചു. അവരോട് സംസാരിച്ചു. വൈകല്യമുള്ള കുട്ടികളെ കായിക വിനോദങ്ങളിൽ അനുവദിക്കാറില്ല, അത് സ്കൂളിന്റെ നയമാണ് എന്നവർ പറഞ്ഞു. എന്നാൽ ജീവിതകാലം മുഴുവൻ കെവിൻ ഒറ്റപ്പെടുകയായിരുന്നെന്നും അതുകൊണ്ടവൻ പുസ്തകങ്ങളിലും ശാസ്ത്രത്തിലും തന്റെ ലോകം കണ്ടെത്തിയെന്നും ഇതുവരെ അവന് കളിക്കളത്തിൽ അവസരം കിട്ടിയിട്ടില്ലെന്നും മാക്സ് ഇപ്പോൾ അവനിങ്ങനൊരു അവസരം നൽകുമ്പോൾ അതവനിൽ നിന്ന് തട്ടിമാറ്റരുതെന്നും ഗൻ അപേക്ഷിച്ചു. പ്രിൻസിപ്പളിനും ആ അമ്മയുടെ വാക്കുകൾ മനസ്സിലാവുമായിരുന്നു. ഒടുവിൽ മാക്സിനൊപ്പം കായിക വിനോദങ്ങളിൽ പങ്കെടുക്കാൻ, ജിം ക്ലാസ്സിൽ പങ്കെടുക്കാൻ കെവിൻ അനുവാദം ലഭിച്ചു. ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ കെവിൻ അങ്ങനെ ഒരു പ്രധാന കളിക്കാരനായി മാറി. സ്കൂളിലെ സഹപാഠികളുടെ പിന്തുണ കെവിനിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കി. ഒരു ദിവസം മാക്സിന്റെ അച്ഛൻ കെനി അയച്ചൊരു കത്ത് മുത്തശ്ശി ഗ്രാമിന് ലഭിച്ചു. മാക്സിനെ കാണിക്കാതെ അവർ അത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. സ്കൂളിൽ വെച്ച് പ്രിൻസിപ്പൽ മാക്സിനെ വിളിച്ചു വരുത്തി. അവന്റെ അച്ഛൻ പരോളിൽ പുറത്തിറങ്ങാൻ പോകുന്നു എന്ന വിവരം അവനോട് പറഞ്ഞു. അത് കേട്ട ഉടൻ പഴയകാല ഓർമ്മകൾ കാരണം മാക്സിന് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടായി. ഒരു തരത്തിൽ അവനൊന്ന് ആശ്വസിച്ചു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ അവനടുത്ത് പറഞ്ഞു, കെനി മാക്സിന്റെ അടുത്തേക്കൊന്നും വരില്ല, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എങ്ങാനും മാക്സിനെ തിരക്കി അവന്റെ അച്ഛൻ വന്നാൽ എതിരിടാൻ വീട്ടിൽ മുത്തശ്ശൻ ഗ്രിം ഒരു തോക്ക് തയ്യാറാക്കി. ഗ്രാമിന് പക്ഷേ അതിഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വീട്ടിലിങ്ങനെ വെറുപ്പ് നിറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നും അത് വളർന്നു വരുന്ന മാക്സിന് നല്ലതല്ലെന്നുമായിരുന്നു മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞത്. ഒരു ദിവസം ഉച്ചഭക്ഷണ സമയത്ത് കെവിൻ സുഹൃത്തുക്കളുമായി തമാശകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ക്ലാസ്സിലെ എല്ലാവരെയും ചിരിപ്പിക്കുന്ന നല്ല നർമ്മബോധമുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ. പക്ഷെ പെട്ടെന്ന് അവന് ശക്തമായ ഒരു ചുമ വരികയും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ബോധരഹിതനായി വീഴുകയും ചെയ്തു. അത് കണ്ടതും മാക്സ് ഓടിച്ചെന്ന് അവനെ സഹായിക്കാൻ ശ്രമിച്ചു.
വൈകാതെ കെവിൻ ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. കെവിൻ എന്ത് സംഭവിച്ചു എന്ന് മാക്സിന് വ്യക്തമല്ലായിരുന്നു. എങ്കിലും ഗ്വെന്നിന്റെ മുഖഭാവത്തിൽ നിന്ന് എന്തോ പ്രശ്നമുണ്ട് എന്നവൻ മനസ്സിലാക്കി. കെവിന്റെ ശ്വാസതടസ്സത്തിന് കാരണം രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞതാണെന്ന് ഡോക്ടർ ഗ്വെന്നിനോട് പറഞ്ഞു. കൂടാതെ കെവിന്റെ എല്ലുകളുടെ വളർച്ച നിലച്ചുവെന്നും എന്നാൽ ആന്തരാവയവങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് കെവിന്റെ ജീവന് തന്നെ ആപത്താവുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. ഡോക്ടറുടെ അഭിപ്രായപ്രകാരം കെവിനിന് ഏകദേശം 1 വർഷത്തെ ആയുസ് കൂടിയേ ഉണ്ടാകൂ. അത് കേട്ട ഗ്വെൻ വല്ലാതെ തകർന്നു പോയിരുന്നു. അവൾ അത്രമേൽ സങ്കടപ്പെട്ടു. ഇതൊന്നും അറിയാത്ത മാക്സ് ഗ്വെന്നിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. 2 ആഴ്ച കടന്നുപോയി. കെവിൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്കെത്തി. അവന്റെ ആരോഗ്യം പഴയതുപോലെ ആയിരുന്നില്ല. മാക്സിനും അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു ശൈത്യകാല ദിവസം ഇരുവരും നടക്കാൻ പുറത്തുപോയി. പോകുന്ന വഴിയിൽ അവിടെ വശത്തുള്ള ഒരു കെട്ടിടം കാണിച്ച് കെവിൻ മാക്സിനോട് പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, രഹസ്യമാണ്, മറ്റാരോടും നീ അത് പറയരുത്. നീ ആ കെട്ടിടം കണ്ടോ? അതൊരു എക്സ്പെരിമെന്റൽ ബയോജനറ്റിക് യൂണിറ്റ് ആണ്. ചുരുക്കി പറഞ്ഞ ഒരു ലബോറട്ടറി. അധികം വൈകാതെ ഞാൻ അവിടെ പോകും. ബയോജനറ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയൊരു ശരീരത്തിലേക്ക് ഞാൻ മാറും. എന്റെ ബുദ്ധിയും ഓർമ്മയുമൊക്കെ വേറൊരു ശരീരത്തിലേക്ക് പിടിപ്പിക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. ഞാൻ ആരോഗ്യവാനാകും. വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു കെവിൻ സംസാരിച്ചത്. ആ ലാബിൽ തന്റെ രക്തം വിശകലനം ചെയ്തെന്നും എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടെന്നും അവൻ കൂട്ടിച്ചേർത്തു. പാവം മാക്സ് ആകട്ടെ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാക്സ് മാനസികമായി വളരെ തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. തന്റെ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ചേർന്ന് പണ്ട് തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു ഫോട്ടോ അവന് ലഭിച്ചു. സത്യത്തിൽ അവൻ തന്റെ അച്ഛനെ മറന്നു തന്നെ പോയിരുന്നു. പക്ഷെ ആ ഫോട്ടോ കണ്ടപ്പോൾ കുട്ടിക്കാലത്തെ ആ പഴയ ആഘാതങ്ങൾ അവന്റെ ഓർമ്മയിലേക്ക് ഓടി വന്നു. അവൻ വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന കണ്ട ഗ്രാം ഉടൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിന്റെ അച്ഛനുമായി എത്ര സാമ്യം നിനക്കുണ്ടെങ്കിലും നീ അവനല്ല. കാരണം നിനക്ക് നിന്റെ അമ്മയുടെ നന്മയുണ്ട്. മുത്തശ്ശിയുടെ ആ വാക്കുകൾ മാക്സിന് വല്ലാത്തൊരു ആശ്വാസം കൊടുത്തിരുന്നു. അന്ന് രാത്രി മാക്സിന്റെ ബേസ്മെന്റിന്റെ ജനൽ തുറക്കപ്പെട്ടു. കണ്ണു തുറന്നു നോക്കിയ മാക്സ് തന്റെ അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അന്ന് രാത്രി അവന്റെ അച്ഛൻ മാക്സിനെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ നിന്നും ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഒന്നും ചെയ്യാൻ കഴിയാതെ മാക്സ് അവിടെ ഒരു സൂചന മാത്രം ബാക്കി വെച്ചു. അവന്റെ അച്ഛൻ അവനെ വണ്ടിയിൽ കൊണ്ടുപോവാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ആ നിമിഷം മാക്സ് ആകെ തളർന്നു പോയതുപോലെയായി. അവരൊന്നും ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താനയച്ച കത്തുകളും സമ്മാനങ്ങളും മാക്സിന് ലഭിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അവന്റെ അച്ഛൻ കെനി വല്ലാതെ ദേഷ്യപ്പെട്ടു. ഒരുപക്ഷെ മുത്തശ്ശനും മുത്തശ്ശിയും അത് നശിപ്പിച്ചു കളഞ്ഞതാകാം എന്നവന്റെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതേസമയം പോലീസ് മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലെത്തി. കെനി തന്റെ പരോൾ ഓഫീസറെ അറിയിക്കാതെ ഒളിവിൽ പോയതായി പോലീസ് വിവരം നൽകി. ആ സംസാരം കേട്ട് പുറത്തു വന്ന ഗ്രിം മാക്സിനെ അവന്റെ മുറിയിൽ കാണാനില്ലെന്ന് പറഞ്ഞു. കെവിൻ അത് കേട്ടിരുന്നു. നിഗൂഢതകൾ പരിഹരിക്കാനുള്ള തന്റെ പഴയ ആവേശത്തോടെ മാക്സിന്റെ മുറിയിലേക്ക് എത്തിയവൻ അവിടെ തെളിവുകൾക്കായി തിരഞ്ഞു. അവിടെ അവൻ ഒരു ഫോട്ടോയും വഴിയിൽ കിടന്ന മാക്സിന്റെ തൊപ്പിയും കണ്ടെത്തി. കൂടാതെ മാക്സിന്റെ ഷൂസിന്റെ പാടുകളും അവൻ കണ്ടു. മാക്സിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുക അവന്റെ അച്ഛനായിരിക്കാം എന്നൊരു ഊഹം കെവിന് വന്നിരുന്നു. അന്ന് വാലറ്റ് തിരിച്ചു നൽകാൻ പോയപ്പോൾ ലോററ്റ പറഞ്ഞ കാര്യങ്ങൾ കെവിൻ ഓർത്തെടുത്തു. അവളുടെ കാമുകൻ നിക്കി കെവിന്റെ അച്ഛൻ കെനിയോടൊപ്പം വീണ്ടും എന്തോ ചെയ്യാൻ പോകുന്നു എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. മാക്സിനെ രക്ഷപ്പെടുത്തൽ തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതിയ കെവിൻ ഉടൻ തന്നെ തന്റെ അമ്മയുടെ കാറെടുത്ത് ലോററ്റയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു. സുഖമില്ലാത്തൊരു പയ്യൻ എങ്ങനെ ആ വാൻ ഓടിക്കും എന്ന കാര്യത്തിൽ അതിശയം തോന്നുമെങ്കിലും കെവിൻ ഒരു ബുദ്ധിമാനും ധീരനും ആയതുകൊണ്ടും വലിയ അറിവുള്ളവനായതുകൊണ്ടും അവന്റെ ആ സാഹസിക പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. അതേസമയം മാക്സിനെ ലോററ്റയുടെയും മിഗ്ഗിയുടെയും അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു കെനി കൊണ്ടെത്തിച്ചത്. ഉടമസ്ഥരില്ലാത്ത മറ്റൊരു മുറിയിലാണ് ഇഗ്ഗി അവനെ ബന്ദിയാക്കി വെച്ചതും. മാക്സ് രക്ഷപ്പെടാതിരിക്കാൻ അവനെ കെട്ടിയിട്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ അവിടെ നിന്നും പോകാനായിരുന്നു കെനിയുടെ പദ്ധതി. ആ സമയത്ത് താൻ മാക്സിന്റെ അമ്മയുൾപ്പെടെ ആരെയും കൊന്നിട്ടില്ലെന്ന് അയാൾ മാക്സിനോട് പറയുന്നുണ്ടായിരുന്നു. അയാളുടെ വാക്കുകൾ കേട്ട് മാക്സ് അത് വിശ്വസിച്ചൊന്നുമില്ല. കുട്ടിക്കാലത്ത് നടന്ന ആ സംഭവത്തെക്കുറിച്ച് അവന് മങ്ങിയ ഓർമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം മറുവശത്ത് കാർ ഓടിക്കാൻ വശമില്ലാത്ത കെവിൻ റോഡിൽ വെച്ച് അപകടത്തിൽ
അപകടത്തിൽപ്പെട്ടു. കാർ ഒരു സ്ഥലത്ത് ഇടിച്ചു നിന്നു. കാറിന്റെ ബോണറ്റ് തെറിച്ചു വീണിരുന്നു. അവൻ അത് കണ്ടതും ഒട്ടും മടിച്ചില്ല. കാറിന്റെ ബോണറ്റ് ഒരു മഞ്ഞുപലകയാക്കി മാറ്റി ലോററ്റയുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്താൻ ഒരു കുറുക്കുവഴി അവൻ കണ്ടെത്തി. അതൊരു സ്നോ സ്ലൈഡായി ചലിപ്പിച്ചുകൊണ്ട് അവൻ തെന്നി നീങ്ങാൻ തുടങ്ങി. അത്രമേൽ സാഹസികമായ ഒരു യാത്ര. കെവിനും അതവന് വല്ലാത്ത അനുഭൂതി നൽകിയ ഒരു കാര്യമായിരുന്നു. മറുവശത്ത് അപ്പാർട്ട്മെന്റിൽ ലോററ്റ കെനിയുടെ അടുത്തേക്ക് വന്നു. ക്രിസ്മസ് തലേന്ന് കഴിക്കാൻ പിസയുമായിട്ടായിരുന്നു അവൾ എത്തിയത്. മാക്സിനെ രക്ഷപ്പെടാൻ സഹായിക്കുക എന്നതായിരുന്നു ലോററ്റയുടെ ഉദ്ദേശം. ഹീറ്റർ ഓൺ ചെയ്യുന്ന പോലെ അഭിനയിച്ച് അകത്തേക്കെത്തിയിരുന്ന അവൾ മാക്സിനെ കെട്ടടിക്കാൻ ഒരു കത്രിക രഹസ്യമായി നൽകി. പിന്നാലെ ലോററ്റയെ പറഞ്ഞുവിടാൻ കെനി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കെനിയും അവിടെ നിന്ന് പോവാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ ലോററ്റ മാക്സിന് സമയം കിട്ടാൻ വേണ്ടി സംസാരം നീട്ടിക്കൊണ്ടുപോയി. മാക്സും അവന്റെ വൈകല്യമുള്ള ഒരു കൂട്ടുകാരനും വന്ന് ഒരിക്കൽ തനിക്ക് തന്റെ നഷ്ടപ്പെട്ട വാലറ്റ് തിരിച്ചു നൽകിയ കാര്യം അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കെനി വല്ലാതെ ദേഷ്യപ്പെട്ടു. കാരണം ആ ഒരു സ്ഥലം മറ്റാരും അറിയാൻ പാടില്ലായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. കെവിനെ പോലുള്ളവൻ ഈ സ്ഥലം അറിഞ്ഞാൽ തന്റെ പദ്ധതി പരാജയപ്പെടും എന്നയാൾ ഭയക്കുന്നുണ്ടായിരുന്നു. മാക്സ് ആകട്ടെ തന്റെ കെട്ടഴിക്കാൻ ശ്രമിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ മാക്സിന്റെ കയ്യിൽ നിന്നും കത്രിക താഴെ വീണു. ഇതോടെ ലോററ്റയുടെ പദ്ധതി വെളിപ്പെട്ടു. ഉടൻ തന്നെ കെനി ലോററ്റയെ മർദ്ദിക്കുകയും അവളുടെ കഴുത്തിനിരിക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ടപ്പോൾ കെനി തന്റെ അമ്മയെ പണ്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന കാര്യമായിരുന്നു മാക്സിന് ഓർമ്മ വന്നത്. തന്റെ അച്ഛൻ തന്നെയാണ് അമ്മയെ കൊന്നതെന്ന് ആ ഓർമ്മയോടെ അവൻ ഉറപ്പിച്ചു. അതോടെ വലിയ ദേഷ്യം ആളിക്കത്തിയ മാക്സ് ബന്ധനാവസ്ഥയിൽ നിന്ന് സ്വയം മോചിതനായി. അപ്പോഴേക്കും ഒരു തരത്തിൽ കെവിൻ ആ അപ്പാർട്ട്മെന്റിലേക്ക് വന്നെത്തിയിരുന്നു. അങ്ങോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് ബാക്കപ്പിനായി അവൻ പോലീസിനെ വിളിക്കുകയും ചെയ്തു. ലോററ്റയുടെ വാതിലിൽ അവൻ തട്ടാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു ഫ്ളാറ്റിൽ മാക്സ് അലറിക്കരയുന്നത് അവൻ കേട്ടു. മാക്സ് കെനിയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കെവിൻ അങ്ങോട്ടേക്കെത്തി. താൻ സ്വയം നിർമ്മിച്ച ഒരു വാട്ടർ ഗൺ അവൻ കെനിക്ക് നേരെ നീട്ടി. അതിൽ സൾഫ്യൂരിക് ആസിഡ് ആണെന്ന് പറഞ്ഞ് കെനിയെ ഭീഷണിപ്പെടുത്തി. പിന്നാലെ കെനിയുടെ കണ്ണിലേക്ക് അത് വെച്ച് ശക്തമായി ചീറ്റി. വേദന കൊണ്ട് കെനി പിടഞ്ഞിരുന്നു. അതിൽ പക്ഷേ വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം മാക്സ് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് കെനിയെ തള്ളിയിട്ടു. പിന്നാലെ മാക്സ് കെവിനെ അവിടെ നിന്നും പുറത്തെത്തിച്ചു. കെവിൻ വിളിച്ചതനുസരിച്ച് പോലീസ് അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിയതും പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. ഒളിവിൽ പോയ കെനിയെ പിന്തുടർന്ന് പിടികൂടി. അതോടെ കെനി വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഒരിക്കലും ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫ്രീക് ദ മൈറ്റിയുടെ സഹായത്തോടെ പരോളിൽ ഇറങ്ങി മുങ്ങിയ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. എന്തായാലും ആ സംഭവങ്ങൾ അവസാനിച്ചു. അടുത്ത ദിവസം ക്രിസ്മസ് ആയിരുന്നു. അവർ ഒരുമിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ഗ്രാമും ഗ്രിമ്മും മാക്സും ചേർന്ന് ഗെനിയും കെവിനുമൊപ്പം സന്തോഷം പങ്കിട്ടു. മാക്സിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആയിരുന്നു അത്. വീട്ടിലെത്തിയപ്പോൾ കെവിൻ മാക്സിന് ഫ്രീക് ദ മൈറ്റി എന്ന് തലക്കെട്ടുള്ള ഒരു പുസ്തകം സമ്മാനമായി നൽകി. പക്ഷേ അതിന്റെ പേജുകൾ കാലിയായിരുന്നു. മാക്സ് ഇതെന്താ ഇങ്ങനെയെന്ന മട്ടിൽ കെവിനെ നോക്കിയപ്പോൾ കെവിൻ പറഞ്ഞു, ഓരോ വാചകങ്ങളും ഒരു ചിത്രമാണ്. ഓരോ വാക്കും ആ ചിത്രത്തിന്റെ ഭാഗങ്ങളും. നീ നമ്മുടെ കഥകൾ ഇതിലെഴുതണം. ആ രാത്രി അവർ യാത്ര പറഞ്ഞ് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. പക്ഷെ അന്ന് മാക്സ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അതായിരിക്കും കെവിനുമായി താൻ സംസാരിക്കുന്ന അവസാന ദിവസമെന്ന്. അന്ന് രാത്രിയിൽ കെവിൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തശ്ശി ആ വിവരം മാക്സിനെ അറിയിച്ചു. മാക്സിനത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. തന്റെ പ്രിയ സുഹൃത്തും മരിച്ചുവെന്ന് അവൻ ഉൾക്കൊള്ളാനേ സാധിച്ചില്ല. കെവിൻ പറഞ്ഞിരുന്ന ആ ബയോജനറ്റിക് ലാബിലേക്ക് മാക്സ് ഓടിച്ചെന്നു. കെവിൻ അവിടെ ഉണ്ടാകുമെന്നും അവന് പുതിയ ശരീരം കിട്ടി അവൻ രക്ഷപ്പെടുമെന്നും ആ പാവം പയ്യൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് കണ്ട കാഴ്ച അവനെ തകർത്തു കളഞ്ഞു. കെവിൻ വിവരിച്ചതുപോലെ അതൊരു ജനിതക ലാബായിരുന്നില്ല. അതൊരു സാധാരണ ഫാക്ടറി മാത്രമായിരുന്നു. കെവിൻ കഥകൾ പറയാൻ മിടുക്കനായിരുന്നല്ലോ. താൻ അധികകാലം ജീവിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ മാക്സ് തന്നെയോർത്ത് വിഷമിക്കരുതെന്ന് കരുതിയായിരുന്നു അവനെന്ന് അത്തരം കഥകൾ മാക്സിനോട് പറഞ്ഞത്. കെവിൻ മരണപ്പെടുന്നവരെ അവൻ മരിക്കാൻ പോവുകയായിരുന്നെന്ന് മാക്സ് അറിഞ്ഞതേയില്ല. ആ വേദനകൾ സഹിക്കാൻ മാക്സിന് സാധിച്ചില്ല. നമ്മൾക്ക് നാം തന്നെയല്ലേ കൂടെ പിറന്നവരല്ലേ.
സങ്കടം കാരണം അവൻ ദിവസങ്ങളോളം മുറിയിൽ അടച്ചിരുന്നു. കെവിന്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും അവൻ പങ്കെടുത്തില്ല. പിന്നീട് ഗെൻ അവിടെ നിന്ന് വീടൊഴിഞ്ഞു പോയി. അതും മാക്സ് അറിഞ്ഞതേയില്ല. നാളുകൾ ഒരുപാട് മുന്നിലേക്ക് നീണ്ടു. ഒരു ദിവസം മാക്സ് ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് യാദൃച്ഛികമായി അവൻ ലോററ്റയെ കണ്ടു. കെവിൻ മരിച്ച ശേഷം നീ എന്താ ചെയ്യുന്നത് എന്നവൾ അവനോട് ചോദിച്ചു. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നായിരുന്നു മാക്സിന്റെ മറുപടി. നീ ഇങ്ങനെ തുടരുന്നത് നിന്നെ തളർത്തിക്കളയുമെന്നും കെവിൻ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് നീ ആലോചിക്കണമെന്നും വെറുതെ ഇങ്ങനെ തുടരുന്നത് ഒരു മടുപ്പാണെന്നും അവർ പറഞ്ഞുകൊണ്ടുപോയി. അവരുടെ വാക്കുകൾ മാക്സിനെ ചിന്തിപ്പിച്ചിരുന്നു. മാക്സ് വീണ്ടും ഉന്മേഷവാനാകാൻ ശ്രമിച്ചു. സ്കൂളിൽ മാക്സ് പഴയതുപോലെ മിണ്ടാതിരിക്കുന്നൊരു വിദ്യാർത്ഥിയല്ലാതായി മാറി. അവൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ തുടങ്ങി. അതവന്റെ അധ്യാപകരെ സന്തോഷിപ്പിച്ചു. കെവിന് തന്നെ വായന പഠിപ്പിക്കാമെങ്കിൽ തനിക്കൊരു പുസ്തകം എഴുതിക്കൂടെ എന്ന് മാക്സ് ചിന്തിച്ചു. ഒടുവിൽ കെവിൻ ക്രിസ്മസിന് നൽകിയ ആ വെളുത്ത പേജുകളുള്ള പുസ്തകം അവനെടുത്തു. അവനതിൽ എഴുതി തുടങ്ങി. തന്റെയും ബുദ്ധിമാനായ തന്റെ കൂട്ടുകാരന്റെയും കഥ. കെവിൻ മരിച്ചുവെങ്കിലും തന്റെ പുസ്തകത്തിലൂടെ അവൻ ജീവിക്കണമെന്ന് മാക്സ് ആഗ്രഹിച്ചു. ഫ്രേക്ക് ദ മൈറ്റിയുടെ കഥ ആളുകൾ അറിയണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ എഴുതി ഏറ്റവും ഒടുവിലെത്തിയപ്പോൾ മാക്സിന് റൈറ്റേഴ്സ് ബ്ലോക്ക് വന്നു. എന്തെഴുതണം എന്ന് പിടികിട്ടാത്ത അവസ്ഥ. മാക്സ് അവിടെ ഒരു ഇല്ലുസ്ട്രേഷനായിരുന്നു വരച്ചു വെച്ചത്. കിങ് ആർതറുടെ ശവകുടീരത്തിന്റെ ചിത്രം. അതിലവൻ ഇപ്രകാരം എഴുതിയിരുന്നു: ഹിയർ ലൈസ് കിങ് ആർതർ, വൺസ് ആൻഡ് ഫ്യൂച്ചർ കിങ്. ഇവിടെ കിങ് ആർതർ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരിക്കൽ രാജാവായിരുന്നവൻ, എന്നും രാജാവായിരിക്കുന്നവൻ. ആ വാക്കുകളിൽ കെവിൻ മാക്സിന് എന്തായിരുന്നു എന്ന് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാക്സ് കെവിന്റെ ഓർണിത്തോപ്റ്റർ കയ്യിലെടുത്തു. പക്ഷി പറക്കുന്നത് പോലെ ചിറകടിച്ചു പറക്കുന്ന കളിപ്പാട്ടം. അവനതിൽ കീ കൊടുത്തു. പിന്നാലെ വായുവിലേക്ക് പറത്തിവിട്ടു. ആ കളിപ്പാട്ടം ചിറകടിച്ചുയർന്ന് ദൂരേക്ക് പറന്നുപോയിക്കൊണ്ടിരുന്നു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. ഏറെ മികച്ച ഒരു സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.